അയർലൻഡിലെ ഗാൽവേ നഗരം ചുറ്റിക്കാണാൻ വേണ്ടി സർക്കാർ ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ചെറിയൊരു ട്രെയിൻ സർവീസാണ്. 2 ബോഗി മാത്രമേ ഉള്ളൂ. 3/4 മണിക്കൂറാണ് യാത്ര എന്ന് പറഞ്ഞാൽ. അയർലൻഡിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ചുറ്റിക്കണ്ടാണ് ഇവിടെ എത്തുന്നത്. 13 യൂറോയാണ് ഇതിൻ്റെ തുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് കയറി അകത്തോട്ടിരിക്കുക. അകത്തിരുന്ന് യാത്രക്കാർ ആയാലും ആയില്ലെങ്കിലും അവർക്കൊരു സമയമുണ്ട്. ഒരു ദിവസത്തിൽ ഇത്ര ട്രിപ്പ് വെക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ട്രിപ്പിന് അവർ സ്റ്റാർട്ട് ചെയ്യും. രാജകൊട്ടാരങ്ങൾ പോലുള്ള വീഥികളും അതിനിടയ്ക്ക് ഷാപ്പുകളല്ല കേട്ടോ. നമ്മുടെ ഷാപ്പ് എന്ന് പറയുന്നത് ഇവിടെ ബിയർ പാർലറുകൾ അങ്ങനെയുള്ള ഇതിനിടയ്ക്കൂടെ നല്ല എല്ലാം പഴയ ഡച്ച് രീതിയിലൊക്കെ പണിയെടുപ്പിക്കുന്ന കെട്ടിടങ്ങളാണ്. അതിന് ഇടയ്ക്കൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. ട്രെയിനിൽ നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അതിനെക്കുറിച്ച് അവർ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അതൊക്കെ കേട്ട് ഇങ്ങനെ പോകാം. ഓരോ ഘട്ടത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കെട്ടുന്നതിൻ്റെ പഴക്കവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കേട്ട് നോക്കാം. Pending approval, Galway Harbour will see major changes over the coming years, with a €1.5 billion development planned. This plan includes the harbour facilitating the docking of passenger cruise liners of up to 40,000 tonnes. The harbour has twice played host to the Volvo. ഇതെന്ന് പറയുന്നത് ഈ ഗാൽവേ പട്ടണത്തിൻ്റെ ഏറ്റവും ആദ്യം മുതൽ ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അവരുടെ ആധിപത്യത്തിലായിരുന്നു ഇവിടെ കേട്ടോ. അവരുടെ ഒരു ഭവനവും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളുടെ അറ്റ്ലാന്റിക് സമുദ്രം ഈ ടൗണിൽ കൂടെ ചെറിയ കൈവീടായിട്ട് കയറിപ്പോയിരുന്നത്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ട്രെയിൻ യാത്രയിൽ കടന്നു പോകുന്നത്. അതെല്ലാം ട്രെയിനിൽ വളരെ വ്യക്തമായിട്ട് ട്രെയിൻ ചേച്ചി നമുക്കത് വോയിസ് ക്ലിപ്പായിട്ട് നമുക്ക് ട്രെയിനിൻ്റെ സ്പീക്കറിലൂടെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അതിസുന്ദരമായിട്ടുള്ള ആകാശ കാഴ്ചയാണ്. അതായത് നമുക്ക് അതിനിടയ്ക്ക് ചെറിയ ബോട്ടുകളും ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ഗാൽവേയുടെ ആദ്യത്തെ ചരിത്ര സ്ഥാപകർ എന്ന് വേണമെങ്കിൽ പറയും. അവരുടെ ഭവനമാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഗാൽവേയുടെ ഇന്ന് കാണുന്ന ഗാൽവേയുടെ പിറവിക്ക് പിന്നിലെ കൈകളെന്നാണ് ചരിത്രത്തിലെ നമ്മുടെ ഈ മൊബൈൽ വോയിസ് ചേച്ചി പറഞ്ഞു. And leader of the Irish Rebellion of 1798. In the same year he was captured by the British and died before his scheduled execution. ടാക്സി കാറുകളെല്ലാം ആഡംബര കാറുകളാണ്. ടാക്സി ടെസ്ല അങ്ങനെയുള്ള കാറുകൾ. നമ്മൾ ഗോൾഫ് എന്ന് പറയുന്ന കാറ് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഗോൾഫ് പ്രചാരത്തിലായതല്ലേ. പക്ഷേ ഇവിടെ 2003 പഴയ ഗോൾഫ് 2003 രജിസ്ട്രേഷനിലുള്ള പഴയ ഒരു ഗോൾഫ് കാർ ഞാൻ കണ്ടത്. എന്ന് പറയുമ്പോൾ 2003 ഗോൾഫ് ഇതിലൂടെ ചുമ്മാ പഴഞ്ചനായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് നമ്മുടെ നാട്ടിൽ ഫാഷനായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഇതാ അതിസുന്ദരമായ കാഴ്ചയല്ല നമ്മൾ അക്കത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടെന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സിനിമകളിലും അല്ലെങ്കിൽ നോട്ട് ബുക്കിൻ്റെ പുറത്തുമൊക്കെ കാണുന്ന കാഴ്ചകളാണ് ഞാനിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിലെ ആരോ മാർക്കുകളൊക്കെ ഉണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ കഥ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ സിഗ്നലുകളും മൊത്തം ഇത് കണ്ടോ. ഇത് നമുക്ക് മാതാവിൻ്റെ രൂപം ഒരു പള്ളിയായിരുന്നു. നമുക്ക് അക്കെ കാണുന്ന ബിൽഡിങ്ങുകൾ എല്ലാം കളർഫുള്ളാണ്. ഇത് രാത്രി ലൈറ്റൊക്കെ ചെയ്ത് അതിഗംഭീര സെറ്റപ്പാണ്. ഇവിടുത്തെ വണ്ടികളുടെ ഒരു രജിസ്ട്രേഷൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലെ KL അല്ലേ തുടങ്ങുന്നത്. അവിടെ KL ആണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വണ്ടി ഏത് വർഷമാണ് ഇറങ്ങിയത് ആ വർഷമാണ് ആദ്യം കാണിക്കുക. വർഷം ഇറങ്ങും. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2024 ഇറങ്ങിയ വണ്ടിയാണെങ്കിൽ 24/1 കാണിക്കും. 24/1 പറഞ്ഞാൽ ഒരു വർഷത്തെ 2 തിരിച്ചേക്കുക. അപ്പം ആദ്യത്തെ 6 മാസം കൊണ്ട് ഇറങ്ങിയതാണെങ്കിൽ 24/1, രണ്ടാമത്തെ ടൈമിൽ ഇറങ്ങിയേക്കുന്നതാണെങ്കിൽ 24/2. പിന്നെ G എന്ന് കാണും. ഉദാഹരണം G 24/1 G എന്ന് കണ്ടു കഴിഞ്ഞാൽ 2024 ആദ്യത്തെ 6 മാസം കൊണ്ട് ഇറങ്ങിയ വണ്ടി ഗാൽവേ പിന്നെയാണ് നമ്പർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വണ്ടികളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്.
quality in the bay significantly, with Galway beaches achieving blue flag status as a direct result. ഈ കടലോരത്ത് ഇങ്ങനെ കടലിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡോൾഫിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോൾഫിനെ കാണാമെന്നോർത്താണ് കടലൊക്കെ നീന്തൽക്ക് ഡോൾഫിനെ കാണാൻ അറ്റ്ലാന്റിക് സമുദ്രം കാണാനായിട്ട് ഞാൻ എത്തിയതാണ്. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ ഇറങ്ങിയിട്ട് ഈ ട്രെയിൻ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ട്രിപ്പിൽ വരുമ്പോഴാണ് ഞാൻ ട്രെയിനിൽ കയറി പോകാമെന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ട്രെയിനിലെ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ ഡ്രൈവറും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ട, പഴയ ടിക്കറ്റ് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ടിക്കറ്റ് അത് തന്നെയല്ല പുള്ളി പറഞ്ഞു, പഴയ ടിക്കറ്റ് കാണിച്ചില്ലെന്ന് കുഴപ്പമില്ല, ഞാനാണ് ഓടിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾ പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് കാണിക്കണം, നിങ്ങൾ കയറിക്കോ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പം ഇവിടെ കാണാൻ ഇറങ്ങിയത്. ഞാനിവിടെ ഈ ട്രെയിനിന് തിരിച്ചു പറഞ്ഞുകൊണ്ട് 1.5 മണിക്കൂർ കഴിയും. അപ്പോൾ ഈ 1.5 മണിക്കൂർ നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഡോൾഫിൻ വരുവാണ്, ഡോൾഫിനെയൊക്കെ നോക്കി കടലിൽ കയറി കല്ലൊക്കെ ഇറങ്ങി ഇരിക്കുക എന്നുള്ള ധാരണയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ക്ഷണിക്കുകയാണ്, നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത് പോയിട്ട് കാറ്റുകൊണ്ടിരിക്കാം. വരൂ, എൻ്റെ കൂടെ പോരാ, നിങ്ങളും പോരാ കേട്ടോ. Across the other side of the bay is the Burn. The Burn is located in County Clare and is one of the largest karst, measures approximately 250 square kilometres and is rich with historical and archaeological sites. ഇതുണ്ടോ പുൽമേട് വൃത്തിയാക്കുന്ന ഒരു വണ്ടി കണ്ടോ? ആ ചേട്ടൻ കൂളായിട്ടിരുന്ന ആ വണ്ടി ഓടിച്ചാൽ പുൽമേടെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട്. ഇപ്പോൾ പട്ടികളൊക്കെ കൊണ്ടുപോയി നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പട്ടി നമ്മുടെ ആ പുൽമേട്ടിലൊക്കെയാണ് ഈ പട്ടികൾ കാര്യം സാധിക്കുന്നത്. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആ പട്ടിയുടെ ഓണർ അത് വാരിക്കൊണ്ട് പോകണമെന്നുള്ളതാണ്, അല്ലാതെ അവിടെ ഇട്ടേച്ച് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടിയുടെ വേസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് വാരിക്കൊണ്ട് പോയിക്കോണം. അങ്ങനെ അവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ അത്ര സുന്ദരമായിട്ട് അത് കാത്തു സൂക്ഷിക്കുന്നു. പ്രകൃതിയോട് യോജിച്ച രീതിയിൽ അവർ പുല്ലൊക്കെ വെട്ടി സെറ്റായിട്ട് വെച്ചിട്ട് നല്ല വൃത്തിയിലാണ് കാര്യങ്ങൾ. അപ്പം ഞാനിവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് വയ്യേ. നമ്മൾ ഇറങ്ങാനുള്ള സ്പോട്ട്, വണ്ടി നിർത്തുന്ന സ്പോട്ട് നോക്കിയിരിക്കുവാണ്. അപ്പം ഉടനെ തന്നെ ഇറങ്ങിയിട്ട് എനിക്ക് ആ സമുദ്രത്തിൻ്റെ കരയ്ക്കൂടെ നടക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും എൻ്റെ കൂടെ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നടക്കാൻ പോകാം. അപ്പം അവിടെ ആ പാറക്കൂട്ടത്തിന് നമുക്ക് സൈഡിൽ കയറി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. ദൂരദേശങ്ങളിൽ നിന്ന് ടൂർ വന്നിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളും അത് കടൽ ബീച്ച് കാണാൻ വന്നിട്ടുള്ള ആളുകളെല്ലാം ഇങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് കിടക്കുന്നത്. UK നിന്നുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. UK നിന്നുള്ള വണ്ടികൾ ആണ് ഏറ്റവും കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളത്. പിന്നെ ഐറിഷിലുള്ള അയർലൻഡിലുള്ള താമസിക്കുന്ന ആളുകളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലെല്ലാം 3 അക്ക നമ്പറുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന അക്കം എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് 4 അക്കമൊക്കെ ആയിരിക്കും, 4 അക്കം ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ 4 അക്കം 5 അക്കം ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ തന്നെ ഉള്ള ഐറിഷ് പൗരന്മാർക്ക് 3 അക്ക നമ്പറാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മളിവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങാനുള്ള സ്ഥലമാകാറായി. ഇതുകൊണ്ട് നമുക്ക് അക്കരെ ഡബ്ലിനൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. അക്കരെ ഡബ്ലിനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം കണ്ടു നോക്കാം, നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ഈ കടൽക്കരയിൽ ഇതേണ്ടേ നടപ്പാത അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ അവിടെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി യൂട്ടേൺ എടുക്കും. യൂട്ടേൺ എടുത്തിട്ട് നമ്മുടെ യൂട്ടേൺ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തി. ഈ എടുക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ വണ്ടി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ കെട്ടിടത്തിൻ്റെ ചരിത്രങ്ങൾ, ഓരോ പ്രദേശത്തിൻ്റെ ചരിത്രങ്ങൾ എല്ലാം പറഞ്ഞത്. ഈ ആകാശക്കാഴ്ചയൊക്കെ കാണാൻ സുന്ദരമായിട്ടുള്ള ആകാശക്കാഴ്ച കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. നമ്മൾ പോയിരുന്ന വഴിക്ക് തന്നെ 1300കളുടെ ബിൽഡിങ്ങുകൾ, 1800കളിലെ ബിൽഡിങ്ങുകൾ, അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ആ പഴമ നശിക്കാതെ അതേപോലെ കസൂക്ഷിച്ചു. അപ്പം ഞാൻ ട്രെയിൻ ഇറങ്ങുവാണ്, ഇറങ്ങി മുമ്പോട്ട് നടക്കാം. അങ്ങനെ എല്ലാവരുടെയും സ്വപ്നമായ അറ്റ്ലാന്റിക് സമുദ്രം കാണുവാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ ആ ട്രെയിനിലാണ് വന്നത്. ആ ട്രെയിനിന് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പം
ഇവിടുന്ന് കയറിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളെ കൂടെ കൂട്ടുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ പോരെ. നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഗാൽവേ ടൗണിലുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് മുമ്പോട്ട് നടക്കാം. അതാണ്ട് ആ കാണുന്നത് മാർട്ടൺ ഐലൻഡ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഐലൻഡ് ബൈയിലുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഇതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഇതാണ്. നമുക്ക് ഇതാണ്ടേ സഞ്ചാര പക്ഷികളും അങ്ങനെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അതിസുന്ദരമായ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി ഗാൽവേ സിറ്റിയുടെ സൗന്ദര്യം അപ്പാടെ നുകർന്നുകൊണ്ടാണ് ഈ സമുദ്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രത്തിൻ്റെ ഒരു സൈഡാണിത്. അതാ നോക്ക്, അങ്ങ് നിന്ന് പായ്ക്കപ്പലുകളും ഒക്കെ വരുന്നുണ്ട്. കണ്ട ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ട കാഴ്ച കേട്ടോ. അപ്പം ഈ കാഴ്ചകൾ ഒരു ഡോൾഫിനൊക്കെ ഇടയ്ക്ക് കാണാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനിതുവരെ ഡോൾഫിനെ ഒന്നും കണ്ടില്ല. നമുക്ക് നോക്കാം, എവിടെയെല്ലാം ഡോൾഫിനൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഒത്ത് അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ മനുഷ്യരെക്കാളും സ്പെഷ്യാലിറ്റി ഉള്ള സാധനം മൃഗങ്ങളാണ്. മൃഗങ്ങളിൽ പട്ടികളെയാണ്. ഈ പട്ടികളൊക്കെ വളർത്താനൊക്കെ ഭയങ്കര നിയമങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് പെറ്റായിട്ട് വളർത്തുന്നത്. അത് കൂടാതെ ഇവിടെ ഈ കടൽക്കരയിൽ തന്നെ കാഴ്ചക്കാർക്കായി വേണ്ടിയിട്ട് ഒരു സംഭവം ക്രമീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അത് ഇന്നിപ്പം അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, അത് ഇങ്ങോട്ട് €1 ഇട്ട് കൊടുത്തിട്ട് ഈ പിൻ പുഷ് ചെയ്താൽ ഈ പിന്നെ പിടിച്ചൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെൻസ് തുറന്നു. മനസ്സിലായോ? ഇതാണ് പരിപാടി. അപ്പം ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ €1 ഇല്ല. അപ്പം നമുക്ക് €1 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളത് €1 കോയിൻ അല്ല. എൻ്റെ ഉള്ളത് കണ്ടോ, ഇത് കണ്ടോ. അതുകൊണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നോക്കാമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. കടലിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോൾഫിൻ ഇവിടെയായിട്ട് ഡോൾഫിൻ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനത് നോക്കിയിരിക്കാണ്ട് കുറച്ച് നേരമായി ഇവിടെ ഡോൾഫിനെയും കാണുന്നില്ല, ഒരു മണ്ണാങ്കട്ടയും കാണുന്നില്ല. പക്ഷേ ഈ പായ്ക്കപ്പലുകളും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവരും വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് അല്ലെങ്കിലുള്ള ട്രെയിൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ ഞാൻ നോക്കി നിൽക്കുകയാണ്. ഇവിടെ എല്ലാം നല്ല ഇൻ്റർനാഷണൽ കമ്പനികളുടെ ഷോറൂമുകളൊക്കെയാണ്, കാർ ഷോറൂമുകളും ഒക്കെയാണ്. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, ഗാൽവേ അറ്റ്ലാന്റ് അക്വേറിയം, നാഷണൽ അക്വേറിയം ഓഫ് അയർലാൻഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അത് നോക്കട്ടെ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനിൽ കയറിയാണ് നമ്മളിനി തിരിച്ച് ഐസ്ക്വയറിലേക്ക് പോകേണ്ടത്. ഐസ്ക്വയറാണ് അവിടുത്തെ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് ഐസ്ക്വയർ. ഞാനിവിടെ പുതിയ ആളായതുകൊണ്ടും എനിക്ക് റൂട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കാർ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പം തന്നെ തിരിച്ചു വരും. നമുക്കിതാ തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഇപ്പം തന്നെ തിരിച്ചു പോകാം. ഇപ്പം തിരിച്ചു വരും. അപ്പോൾ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിങ്ങളെ കൂടുതൽ കാഴ്ചകൾ കാണിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഡോൾഫിനെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡോൾഫിനെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പായ്ക്കപ്പലൊക്കെ കണ്ടു കേട്ടോ. പായ്ക്കപ്പൽ ഒക്കെ കണ്ടു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണിക്കാം. ഇതാണ് ടൗണിൻ്റെ ഒരു മൂലയാണ് കേട്ടോ. മൊത്തം ലക്ഷറി വാഹനങ്ങളാണ്. ഇവിടെ കണ്ടോ, ലക്ഷറി വാഹനമാണ്. അപ്പം
അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാൻ ഞാൻ ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. ട്രെയിൻ ഇപ്പോൾ തന്നെ വരും. ഇവിടെ ഒരു പാർക്കൊക്കെ കാണുന്നുണ്ട് ചേട്ടാ. അവിടെ ഒരു പാർക്കുണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്. ഒരു ചേച്ചി തന്നെ പട്ടീനെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. And cafes. We pass on our left the Jesuits Church. The Jesuits was formed in Paris in 1530 and came to Galway in 1620. In 1645 they built their first school here. Throughout the 17th century they were banished and invited back into Galway on numerous occasions. In 1652 they had to leave because of the invasion of Oliver Cromwell's army. They then returned with the restoration of Charles II in 1660, but were banished again in 1691 by the army of William III, returning and finally settling here in 1728 to the present day. We can see to our left the Eglinton Canal and Loch. The short canal is 3/4 of a mile long. That allowed a connection between Loch Corrib and Galway Bay from 1835 until 1849, when he fortified his seat in opposition to the Crown's handling of the famine. He was convicted for his part in the Young Irelanders' Famine Rebellion, but his sentence of death was commuted to deportation to Tasmania. In 1854, he was released on the condition not to return to Ireland. He lived in Brussels until he was pardoned in 1856, where he then returned to Ireland and retired from politics. There has been a bridge here at this location spanning the Corrib since 1342, which was the gateway to the west and onto Connemara. Right is St. Nicholas's Church. The church was built in the 1320s. Among visitors to the church was Christopher Columbus, who prayed here during a visit to Galway in 1477. Less welcome were Oliver Cromwell and his troops, who used the church as a... If you look up today, also to your right is Lynch's window. In 1493, the window was used by the then Mayor James Lynch to hang his own son. James Lynch, who also acted as magistrate, convicted his own son for the killing of a Spanish man. Although Lynch... അപ്പോൾ ഞാൻ ട്രെയിനിലോട്ട് തിരിച്ചു പോകാൻ പോകണം. ഇവിടെ തണുപ്പ് ആരംഭിച്ചു. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ എല്ല് മുറിയുന്ന സൈസ് തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പായതുകൊണ്ട് ട്രെയിൻ പാഞ്ഞു വരുന്നുണ്ട്. ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. ഇനി നമ്മൾ വീഡിയോ ഒന്നും എടുക്കത്തില്ല. ട്രെയിനിൽ കയറിയാൽ മൊബൈലിൽ ചാർജും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ കയറുവാണ്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംഭവങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.